ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് വിറങ്ങുന്നതല്ല, നമ്മുടെ മീഷോന്ന് ഞാനൊരു 200-300 മിനിറ്റാണെന്ന് തോന്നുന്നു ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ എനിക്കിതിൻ്റെ കറക്റ്റ് റേറ്റ് ഓർമ്മയില്ലാത്ത വേറൊന്നുമല്ല, ഞാനിത് വാങ്ങിയിട്ട് കുറേ നാളായി. അപ്പോൾ ഇന്നാണ് ഇടാൻ അവസരം കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ശ്രീയും കൂടി ഒരു ദിവസം, ശ്രീക്ക് മെയിനായിട്ട് ശ്രീയുടെയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയാം, കാരണം പ്ലാനിങ് എല്ലാം അവൻ്റെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കുക, സിനിമ കാണുക, പിന്നെ എന്താ പറയുക, ഒരു സ്പായാണ് മെയിൻ ഇതിനകത്ത്. അങ്ങനെ ഞങ്ങൾ നേരെ ഇറങ്ങിയപ്പോൾ ഉള്ള സ്ഥലമല്ല കേട്ടോ ഞങ്ങൾ പോകുന്നത്, കാരണം ഇറങ്ങിയപ്പോൾ പ്ലാൻ ചെയ്തത് വേറൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. പക്ഷെ നമ്മൾ വന്നെത്തിയത്, അതായത് നമ്മൾ പിന്നീട് പ്ലാൻ മാറ്റിയത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലുള്ള ഫ്രഞ്ച് ടോസ്റ്റിലായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, കുറേ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പോയി ഫുഡ് കഴിക്കണം എന്നുള്ളത്. ഈ ഫ്രഞ്ച് ടോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാനുണ്ടായ കാരണം, ഞാൻ ഈ ഹോട്ടൽസിൽ സ്റ്റേ ചെയ്യാൻ പോകുമ്പോൾ ഈ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ആയിരിക്കുമല്ലോ, അതിൽ ഞാൻ തിരഞ്ഞു പിടിച്ച് കഴിക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ കൊച്ചിയിൽ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ഷോപ്പിലേ നല്ല ഫ്രഞ്ച് ടോസ്റ്റ് കിട്ടാറുള്ളൂ. അപ്പോൾ മെയിനായിട്ട് സെല്ല് ചെയ്യുന്ന ഇവിടെ എനിക്ക് പോകാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ശ്രീയും കൂടി എന്ത് ചെയ്തു, നേരെ അങ്ങോട്ട് പോയി. ഒന്നും പറയാനില്ല, നല്ല ആംബിയൻസ് ആട്ടോ, ഭയങ്കര കാമാണ്. പിന്നെ നല്ല ഇൻറ്റീരിയറാണ്, അതായത് ഒരു ക്ലാസി ലുക്കൊക്കെ തരുന്ന, വിൻറ്റേജ് ലുക്കൊക്കെ തരുന്ന, ആ ഒരു പുതിയ പെയിൻ്റ് അടിച്ച് അങ്ങനെയൊന്നുമല്ല, നമുക്കൊരു എന്താ പറയുക, അകത്ത് ചെല്ലുമ്പോൾ നമുക്ക് നല്ല രസമാണ്, നമുക്കിങ്ങനെ ഇരിക്കാൻ തോന്നും കുറേ നേരം. പിന്നെ ബീച്ചിൻ്റെ തൊട്ടടുത്ത് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സീ കാണാൻ പറ്റും. ആ രീതിയിലാണ് ഒരു പഴയ ഓൾഡ് ബിൽഡിങ്ങിൻ്റെ ഒരു സെറ്റപ്പാണ്. നല്ല നല്ല രസമാണ്. അവിടെ ഇപ്പോൾ ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലാപ്ടോപ്പുമായിട്ട് ചെന്നിരുന്ന ഒരു കോഫിയൊക്കെ ഓർഡർ ചെയ്ത് ചില്ലായിട്ടിരുന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആണ്. നൈസാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ആംബിയൻസും പിന്നെ അവരുടെ ഹോസ്പിറ്റാലിറ്റി ഭയങ്കര അടിപൊളി, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ് അവർ ഗസ്റ്റിനെ വാം വെൽക്കം ചെയ്യുന്നത്. അതേപോലെ അവരുടെ സർവീസ് എല്ലാം അടിപൊളിയാണ്. അവർ ഈവൻ പ്രസൻറ്റ് ചെയ്യുന്നത് എല്ലാം നല്ലതാണ്. അവരുടെ സ്റ്റാഫിൻ്റെ ഒരു മീൻസ് ആ ഒരു നമ്മളിപ്പോൾ ഒരു ഗസ്റ്റ് എന്താ പറയുക, ഗസ്റ്റിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ട ആ ഒരു വെൽക്കമിങ് അവർക്ക് എല്ലാവർക്കും ഉണ്ട്. ആ പൊളൈറ്റായിട്ട് അവരെ വെക്കുന്നതിൽ പോലും ആ ഒരു എന്താ പറയുക പ്രൊഫഷണലിസം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഹോട്ടലിയർ ആയതുകൊണ്ടായിരിക്കാം മേ ബി ഇത് ഫുള്ള് ഞാനിങ്ങനെ പറയുന്നത്. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവരൊരു സ്റ്റാൻഡേർഡ് അവരത് കീപ്പ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല റെസ്റ്റോറൻ്റാണ്, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അവർ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത സ്ട്രോബെറീൻ്റെ ഫ്രഞ്ച് ടോസ്റ്റും ഞാനൊരു ഹോട്ട് ചോക്ലേറ്റ് മിൽക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ശ്രീ ഓർഡർ ചെയ്തതാണ് ആപ്പിൾ സിനമൺ ഫ്രഞ്ച് ടോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ചിക്കൻ ജലാപ്പനോ സാൻഡ്വിച്ചും 3 ചീസ് ടോസ്റ്റും ഹേസൽനട്ട് കാരമൽ ലാറ്റെ ഓർഡർ ചെയ്ത്. ഇത് ഞാൻ എന്തിനാ എടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ 3 ചീസ് ടോസ്റ്റ് ഇല്ലേ, അത് ഈവൻ എനിക്ക് ഫ്രഞ്ച് ടോസ്റ്റ് അത്ര ഇഷ്ടമായിട്ട് പോലും 3 ചീസ് ടോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു, എല്ലാം നല്ലതായിരുന്നു. ഞാൻ ഒന്നുകൂടി ഒന്ന് സ്കെയിൽ ചെയ്തപ്പോൾ ഞാൻ മേളിലൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് നടക്കാൻ പോയി, കാരണം എത്ര ഹെവി ആയിട്ട് കഴിച്ചതുകൊണ്ട് നമ്മൾ ബീച്ചിലൊരു നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നടന്നു പോയപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റും. സാധാരണ ഞാൻ ഫോട്ടോ വെച്ച് പോയാൽ ചൂടെടുത്ത് മരിക്കുക പതിവ്, പക്ഷേ അന്ന് നല്ല രസമായിരുന്നു നടക്കാൻ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരം നടന്ന് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ജങ്കാറിൽ തന്നെ വന്നു. ജങ്കാറിൽ പോകുമ്പോൾ ഞാൻ സാധാരണ വണ്ടിയിൽ പോകുമ്പോൾ ഞാൻ പുറത്തിറങ്ങി നിൽക്കാറില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് പേടിയായത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ചെയ്യുമ്പോൾ. പക്ഷേ ഞാൻ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് പുറത്തിറങ്ങിയിരുന്നു. അപ്പോഴാണ് ഈ ഷിപ്പ് പോയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോണൊക്കെ ഭയങ്കര മുറുക്കെ പിടിച്ച് ഞാൻ ഒന്ന് ചരിയുമ്പോൾ ഞാൻ പുറകോട്ടേക്ക് മാറും. അങ്ങനെ കുറച്ച് പേടിച്ച് നിന്ന്, കാരണം എങ്ങാനും വീണാലോ എന്നുള്ള ടെൻഷൻ നല്ല രീതിയിലുണ്ടായിരുന്നു. പക്ഷേ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ ഇത്. അടുത്ത് നമ്മുടെ മെയിൻ പരിപാടിയായ സ്പായിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ സ്പാ എടുക്കാൻ ആദ്യം ശ്രീക്ക് മാത്രമായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ചെന്ന് 60 മിനിറ്റ് ഇരിക്കണമല്ലോ എന്ന് ഓർത്ത് ഞാനാകെ ഹെഡ് മസാജ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചൊരു സ്പാ എടുക്കാമെന്ന്, കുറേ നാളായി എടുത്തിട്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും സ്പാ കഴിഞ്ഞ് ഇറങ്ങുമ്പോണ്ടല്ലോ ഒരു പുതിയ മനുഷ്യൻ ഭൂമിയിലേക്ക് കാല് ചവിട്ടുന്ന ഒരു ഫീലാണ് ഉണ്ടാവുക. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് റിഫ്രഷ് ആവും, നമ്മൾ ഭയങ്കര കാമാവും, നമുക്ക് എന്തോ ഒരു പുതിയ ഒരു ഉണർവ് കിട്ടുന്ന ഒരു ഫീലാണ് ഇതുണ്ടാവുക. കാരണം അത്രയ്ക്ക് ബോഡിയിൽ നിന്നുള്ള നമ്മുടെ ആവശ്യമില്ലാത്ത പെയിനും കാര്യങ്ങളും ഒക്കെ അവർ എടുത്ത് കളയുന്ന ഒരു ഫീലാണ്. നമ്മളെന്തോ ജനിക്കുന്ന കുഞ്ഞിനെ പോലെ ഇരിക്കും, അങ്ങനെ ഒരു ഫീലാണ് എനിക്കുണ്ടാവുക. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ശ്രീക്ക് ഒരു അരമണിക്കൂർ മുമ്പാണ് ബോധോദയം ഉണ്ടായത്. നമ്മൾ ബുക്ക് ചെയ്തത് എടപ്പള്ളി ലുലുവിലല്ല, സിനിമ ബുക്ക് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സിനിമ ബുക്ക് ചെയ്ത് എടപ്പള്ളി ലുലുവിലല്ല, സെൻട്രൽ സ്ക്വയറിലാണെന്ന്. അപ്പോൾ ഇത് കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കിന് ലേറ്റായി, നമുക്കത് കാണാൻ പറ്റില്ല. നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമ്മൾ ഹാഫ് ആൻ അവർ ലേറ്റ് ആവും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ പിന്നെ സെക്കൻഡ് ഷോയ്ക്ക് ബുക്ക് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ അൽത്താസയിൽ കയറി നമ്മൾ മറ്റേ ഷവർമ റോളും ഷവർമ പ്ലേറ്റും ഓർഡർ ചെയ്തെങ്കിലും എനിക്ക് ബ്രഞ്ച് കഴിച്ചത് അത്രയും ഹെവി ആയതുകൊണ്ട് എനിക്ക് അത്ര കഴിക്കാൻ പറ്റിയില്ല. ശ്രീ പിന്നെ തന്നെ കഴിച്ച് തീർക്കേണ്ട വന്നു.
അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫിലിം ബുക്ക് ചെയ്തത് വേറെ ഒന്നും അല്ല കേട്ടോ, നമ്മൾ ബാലനില്ലേ ആ മൂവിക്കാണ് ബുക്ക് ചെയ്തത്. കാരണം ഇത് നമ്മൾ വേറൊരു സിനിമ കാണാൻ പോയപ്പോൾ ഇതിങ്ങനെ ട്രെയിലർ കാണിക്കുന്നുണ്ടപ്പോൾ ഈ ക്യൂരിയോസിറ്റി ഭയങ്കരമായിരുന്നു അതിനകത്ത്. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയുള്ള മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഹോണ്ടിങ് ടൈപ്പ് ഓഫ് മൂവിയാണത്. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പുറകിൽ നിന്ന് വലിക്കുന്ന ഒരു ഫീൽ ആ മൂവിക്കുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ സെൻട്രൽ സ്ക്വയറിൽ വന്നു. അപ്പോൾ സിനിമ തുടങ്ങാൻ ഇനി സമയം ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, മയോപ്പിൽ ഒന്ന് കയറി. ആദ്യം അവർ വേണമെന്ന് വെച്ചപ്പോൾ നമ്മൾ വേണ്ടാന്നാണ് പറഞ്ഞത്. പിന്നെ മയോപ്പിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കാറിൽ അടിക്കുന്ന പെർഫ്യൂം ഉണ്ടോ എന്ന് ചോദിച്ചു, കാറിൽ തൂക്കിയിടാൻ പറ്റി. അങ്ങനെ അവർ മറ്റേ ഹാങ് ചെയ്യുന്ന ഇത് തന്നിട്ടുണ്ടായിരുന്നു, ഹാങ് ചെയ്യുന്ന കാർഡ്, അതിനകത്ത് പെർഫ്യൂം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂർ നിൽക്കും. അങ്ങനെ അത്യാവശ്യം നല്ലൊരു പെർഫ്യൂമായിരുന്നു. അതും വാങ്ങി നമ്മൾ നേരെ മൂവിക്ക് കയറി. അങ്ങനെ ഫിലിമെല്ലാം കണ്ടിറങ്ങി നമ്മൾ അന്നത്തെ ഡേ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോയിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടിടുക. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.